സണ്ണിക്കുട്ടി, ഇപ്പോൾ ഈ നേതാക്കൾ പ്രതികരിച്ചതിൽ വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ പറഞ്ഞ പ്രതികരണം, ചില നേതാക്കൾ ഈ യോഗത്തിൽ വന്നിട്ടില്ല, കെ സുധാകരൻ വന്നിട്ടില്ല, കെ മുരളീധരൻ വന്നിട്ടില്ല, നേതാക്കൾ കെ സുധാകരൻ അസൗകര്യം അറിയിച്ചു എന്ന് പറയുന്നു, മുരളീധരൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മുരളീധരൻ ഈ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ നടത്തിയ പ്രസംഗം പോലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് മറ്റൊരു അജണ്ടയാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? ഒരു അസഹിഷ്ണുത ഒരു പുതിയ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ടോ കോൺഗ്രസിനകത്ത്? സ്മൃതി, നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത് പോലെ ഗൗരവതരമായ ഒരു അസഹിഷ്ണുതയോ അല്ലെങ്കിൽ അതൃപ്തിയോ ഉണ്ടെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ നേതാക്കൾ, പ്രസിഡന്റും ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ സംസാരിച്ചതിനെ നമ്മൾ ഈ പ്ലസന്ററീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുത്തിയാൽ മതി. ഒരു സ്ഥാപനത്തിൻ്റെ തലവനായിട്ട് ഒരാൾ ചുമതല ഏൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സംഘടനയുടെ തലപ്പത്ത് ഒരാൾ വരുന്നു. അപ്പോൾ ആരും പറയുന്ന ചില കാര്യങ്ങൾ ഒന്നിച്ച് നിൽക്കണം, അങ്ങനെയൊക്കെ തന്നെ. ഇത് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് അവിടെ ആ കൂട്ടത്തിൽ പത്രലേഖകർ ആരോ ചോദിച്ച ഒരു ചോദ്യം, രമേശിനെതിരെ കോട്ട് ചെയ്തുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ? ഇവിടെ മുരളീധരൻ ഒരു നല്ല KPCC പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന് പോലും KPCC പ്രസിഡന്റ് ആകാനുള്ളൊരു യോഗ്യതയുള്ള, ഇനിയും ഒരിക്കൽ കൂടെ ആകാൻ യോഗ്യതയുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹമൊക്കെ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഫോട്ടോയിൽ കണ്ടാലെങ്കിലും അറിയണം മുതലായ പഞ്ച് ഡയലോഗുകളുമായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഡയലോഗാണ് ഇന്നലെ ഉണ്ടായത്. ഇപ്പം പ്രസിഡന്റ് നമ്മുടെ സുധാകരൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതാണ് സണ്ണി ജോസഫ് രാവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞത്. അതൊക്കെ നമ്മൾ കണ്ടതാ. അദ്ദേഹം നേരത്തെ എന്താ പറഞ്ഞത്? ഹൈക്കമാൻഡ് ഒരു പുതിയ പ്രസിഡന്റിനെ തീരുമാനിച്ചാൽ ഞാൻ അപ്പോഴിറങ്ങും, ഞാൻ അവരെ ഒരു പുതിയ ഒരാളിനെ വെക്കുന്നതിന് എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് എന്താ പറഞ്ഞത്? അപ്പോൾ ഇന്നലെ അദ്ദേഹം ഈ അനുഗ്രഹങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഇന്ന് അദ്ദേഹം ഡൽഹിക്ക് പോയിട്ടില്ല. കാരണം അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായിട്ട് നോമിനേറ്റ് ചെയ്ത ആളാണ്. ഇപ്പം മുരളിയൊന്നും പോയില്ലേ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ സുധീരനോ ആരെങ്കിലും പോയില്ല, അല്ലെങ്കിൽ മുല്ലപ്പള്ളി പോയില്ല. പക്ഷേ ഈ നേതൃമാറ്റത്തിന്റെ കൂട്ടത്തിൽ ഒരു പാക്കേജായിട്ട് വന്നപ്പോൾ അതിലേറ്റവും പ്ലം പോസ്റ്റ് കിട്ടിയ ആളാണ് സുധാകരൻ. KPCC പ്രസിഡന്റിനേക്കാൾ വലിയ പോസ്റ്റാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പദവി കിട്ടാത്ത പറയുന്നില്ല, അംഗീകാരം. ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത്. ഞാൻ സ്മൃതി പണ്ടൊരു കാര്യം ആലോചിക്കും. ഇപ്പോൾ ഈ നമ്മുടെ നേതൃത്വ രംഗത്ത് നിൽക്കുന്ന ഒരാൾ KPCC പ്രസിഡന്റായപ്പം ഒഴിഞ്ഞത് നമ്മുടെ തെന്നല ബാലകൃഷ്ണപിള്ള. ഞാനന്ന് റിപ്പോർട്ടറാണ്. ഞാൻ ആ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് അതുവരെ അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഉപയോഗിച്ചിരുന്ന KPCCയുടെ കാറിൻ്റെ താക്കോല് കൊടുത്തിട്ട് അദ്ദേഹം നമ്മുടെ തെന്നലിച്ചേട്ടൻ താഴേക്ക്, പഴയ KPCC ഓഫീസിൻ്റെ പഴയ പോർഷനില്ല, അവിടുന്ന് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ഞാൻ മാത്രമേ കൂടെയുള്ളൂ. ഞാൻ ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് പോകുന്നേ? അല്ല, ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ പിടിക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ പിടിച്ചു കൊടുത്തത് ഞാനാണ്. കാരണം ഞാൻ അവിടെ ഒരു പത്രലേഖനായിട്ട് ചെന്ന ആളാണ്. അങ്ങനെയാണ് ഇവിടെ നേതൃമാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ അങ്ങനെയായിരുന്നു. വലിയൊരു യാത്രയപ്പ്. അദ്ദേഹം പുതിയൊരു പദവിയിലേക്ക് വരുന്നു. പടക്കുതിരയായിട്ട് മുമ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് പടക്കുതിരയെ കാണുന്നില്ല. നമ്മൾ മുമ്പിൽ നിൽക്കേണ്ട ആളല്ലേ, ഇന്നത്തെ ഈ ചർച്ചയിൽ നിൽക്കേണ്ട ആളല്ലേ. അതുപോലെ ഈ നേതൃമാറ്റ തീരുമാനത്തിൽ വലിയ പങ്ക് വഹിച്ച സുധീരൻ, അല്ലെങ്കിൽ മുല്ലപ്പള്ളി, അല്ലെങ്കിൽ അങ്ങനെ പല ആളുകൾ, അല്ലെങ്കിൽ തന്നെ ഇന്നലെ എന്താണ് കൊടിക്കുന്നിൽ സുരേഷ് ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യമാണോ? ഒരു പുതിയ ടീം വരുന്നു, അദ്ദേഹം അവിടെ മുഴുവൻ KPCC പ്രസിഡന്റുമാരുടെ ചിത്രം നോക്കിയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ കണ്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആളാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് പലപ്പോഴും നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. സ്മൃതി, ഒരു മാസം മുമ്പ് ഡൽഹിയിൽ ഇവരെ വിളിച്ച് നേതാക്കളുടെ ഒരു യോഗം നടത്തിയല്ലോ. ആ യോഗത്തിൽ ഈ ഒരു പ്രശ്നം ഉന്നയിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ് ഉണ്ടാകേണ്ടതാണ്, യാതൊരു സംശയമില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നു, മുഖ്യമന്ത്രിമാരുണ്ടാകുന്നു, എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നില്ല? ഒരു ചോദ്യമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എത്ര പേരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ എത്ര പേരെ ഈ വിഭാഗത്തിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ യോഗത്തിൽ രാഹുൽ ഗാന്ധി ചോദിക്കുക. തീർച്ചയായിട്ടും. അതുപോലെ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരെയൊക്കെ പറഞ്ഞു വിടുക. KK ഷാജു എന്ന് പറഞ്ഞൊരു നേതാവ് JSSC എന്ന് വന്ന നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, അദ്ദേഹം തിരിച്ച് CPM-ലേക്ക് പോയി. അതുപോലെ ശ്രീനിജൻ, അയാളെക്കുറിച്ച് എന്തോ പരാതികളൊക്കെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവും. അയാൾ എന്ത് ചെയ്തു? അയാളെ ഇവിടെ നിൽക്കാൻ മേലാതെ
പാർട്ടിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതി വന്നു. അതിലിപ്പോൾ CPM-ൻ്റെ ഒരു MLA അവിടെ പിന്നെ CPM സീറ്റ് കൊടുത്ത് MLA ആക്കുക. അപ്പോൾ നമ്മളിവിടുന്ന് ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ടിട്ടിട്ട് ഈ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ എന്താ ഈ യോഗം, സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മളിപ്പോൾ നേതാക്കൾ വിളിച്ചൊരു യോഗം നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി ഇവരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം PCC ജനറൽ സെക്രട്ടറിമാർ ട്രഷറർ എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. അത് പിന്നെ പ്രതാപ് ചന്ദ്രൻ അന്തരിച്ചതിന് ശേഷം ഇതുവരെ അത് നികത്തിയിട്ടില്ല. അപ്പം ഒരു പുതിയ ടീം, ഈ സമയമില്ലെന്നേ ഇവർ ഈ വലിയ വർത്തമാനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സമയമില്ല. അപ്പോൾ അങ്ങനൊരു പുതിയ ടീം ഉണ്ടാകുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടായെന്നോ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായെന്നോ അക്കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചതായിട്ട് ഈ ഒരു പ്രധാന പ്രശ്നം കൂടെ പറഞ്ഞോട്ടെ സ്മൃതി. അപ്പോൾ ഈ MP-മാർ പോകുന്നില്ല. MP-മാർക്ക് ഈ അടുത്ത കാലത്തായിട്ടൊരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവരോട് ചർച്ച ചെയ്യുന്ന ഒരു രീതി കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടായില്ല. 6 or 7 MP-മാർ പലരും പോകാത്തതിന് കാരണമുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞാലും ഇവിടെ ഈ നേതൃമാറ്റ പ്രക്രിയയിൽ എന്താ സംഭവിച്ചത്? ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ ഇല്ലായ്മ ചെയ്യുക. ഗ്രൂപ്പില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എം എം ഹസനെ കൺവീനർ ആക്കുമോ പ്രസിഡന്റ് ആക്കുമോ എൻ്റെ പ്രശ്നമേ അല്ല. പക്ഷേ എം ഹസനെ നിങ്ങൾ മാറ്റുമ്പം അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ നിന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ആര് വന്നു? ഇപ്പൊ നമുക്ക് പിന്നെ ഇദ്ദേഹം വന്നു എന്ന് പറയാം, നമ്മുടെ ഷാഫി പിന്നെ വർക്കിംഗ് പ്രസിഡന്റ് ആയല്ലോ. അത് സിദ്ദിഖിനെ മാറ്റിക്കൊണ്ടാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞ ഈ ഗ്രൂപ്പില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ മതനിരപേക്ഷമാണെന്ന് പറയുമ്പോൾ എല്ലാ സമൂഹത്തിനും എല്ലാ സമുദായത്തിനുള്ള പ്രാതിനിധ്യമുണ്ടോ? എല്ലാ പണ്ട് ഗ്രൂപ്പ് അങ്ങനെ ആ രീതിയിൽ കാണണ്ട. അങ്ങനെ നിന്നവർക്ക് ചിലരെ ഒഴിവാക്കി നിർത്തുകയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കി കളയുകയാണ്. അതാണ് ബെന്നി ബെഹനാൻ KPC പ്രസിഡന്റ് ആകാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു ടീമായിട്ട് പോയാൽ ഇവർക്ക് ചിലപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. Debate with Smriti Parithikar.